നമസ്കാര സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. പഠനത്തിൽ കുറെ നാളായിട്ട് ഗ്യാപ്പ് വന്നവർക്ക് വേണ്ടി PSC പഠനത്തിലേക്ക് തിരിച്ചു വരാൻ ഞാനൊരു 30 ദിവസത്തെ റീസ്റ്റാർട്ട് സ്റ്റഡി പ്ലാൻ വേണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വേണം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് എങ്ങനെ PSC പഠനത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോ നിങ്ങൾ കുറച്ച് നാളായിട്ട് ഗ്യാപ്പ് വന്ന ആൾക്കാരാണ്. PSCയുടെ മാറിയ രീതി അറിയത്തില്ല, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ പഠനത്തിലേക്ക് ഇറങ്ങേണ്ടത്, ഇഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഇറങ്ങേണ്ടത്, അതാണ് ഈ വീഡിയോയിൽ ഉടനീളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ 30 ദിവസം ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. ഈ ഒരു സ്റ്റഡി പ്ലാന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. അപ്പോൾ PDF വേണമെന്നുള്ളവർ എസ് ഒന്നും താഴെ കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് അശ്വതി. അപ്പോ എല്ലാവർക്കും വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടൈം ടേബിളിനെ ഓരോ ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്താലോ. ആദ്യത്തെ ഫേസ് എന്ന് പറയുമ്പോൾ വാമിംഗ് അപ്പ് ആണ്. അതായത് നിങ്ങൾ പഠനത്തിലേക്ക് തിരികെ വരാൻ പോകുന്ന ആൾക്കാരല്ലേ. അപ്പൊ എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയാതെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് പഠനത്തിലേക്ക് തിരികെ വരാൻ ആദ്യത്തെ ദിവസങ്ങളില് കൂടുതലൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. എളുപ്പമുള്ള സബ്ജക്റ്റുകളിൽ നിന്നും പഠിച്ചു തുടങ്ങാം. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ 2-3 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി. മാക്സിമം ഒരു 3 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മതി. ഈ 30 ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾ സെറ്റായി, പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റായി എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ മാക്സിമം ഒരു 3 മണിക്കൂർ, അതായത് 2-3 മണിക്കൂർ പഠിക്കുക. ഡേ 1 നിങ്ങൾ പഠിക്കേണ്ടത് സിലബസും PYQ ആണ്. അതായത് പഠിക്കേണ്ടതല്ല, നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത്. നിങ്ങൾ തയ്യാറെടുക്കുന്ന പരീക്ഷയുടെ, അത് LDC ആകാം, LGS ആകാം, CPO ആകാം, VFA ആകാം, BEFCO LD ആകാം, എന്തുമാകാം. ഇപ്പൊ ഗ്യാപ്പ് വന്ന ആൾക്കാർ പഠിക്കാൻ പോകുന്ന ചിലപ്പം LDC പരീക്ഷയ്ക്കായിരിക്കും. കാരണം അവരിനി അപ്ലൈ ചെയ്യാൻ പോകുന്ന പരീക്ഷയല്ലേ. അപ്പൊ LDCയുടെ സിലബസ് PSC തന്നിട്ടുണ്ട്. അപ്പൊ ആ സിലബസ് ഒന്ന് നോക്കുക. ഇപ്പോ പുതിയ സിലബസിലെ എന്തൊക്കെ കാര്യങ്ങളാണ് PSC ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ആ സിലബസ് പ്രിന്റ് എടുക്കുക. എന്നിട്ട് LDC, അതായത് 10th ലെവൽ PSC മുൻ വർഷങ്ങളിൽ നടത്തിയ ചോദ്യ പേപ്പേഴ്സ് മാക്സിമം ഒന്ന് നോക്കുക, കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ഏതൊക്കെ രീതിയിലാണ് ഇപ്പൊ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, പണ്ടത്തെ ഞാൻ എഴുതി നിർത്തിയ രീതിയാണോ ഇപ്പോഴും PSC പിന്തുടരുന്നത്, അതുപോലെ പ്രസ്താവനാ രീതി പരിചയപ്പെടുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ PYQസിലൂടെ ഒന്ന് കണ്ണോടിക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് പ്രിന്റ് എടുക്കുക. പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. അത് വേണം നിങ്ങൾ ഡേ 1 ചെയ്യാൻ. പേടിക്കൊന്നും ചെയ്യരുത്. ഡേ 1 നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഡേ 2 എളുപ്പമുള്ള സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. എളുപ്പമുള്ള സബ്ജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാതൃഭാഷ, അതായത് മലയാളം തന്നെ എടുക്കാം. അപ്പൊ മലയാളത്തില് എളുപ്പമുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ. വിപരീതം, പര്യായം, ശരിയായ പദം, അതായത് പദശുദ്ധി, വാക്യശുദ്ധി, അങ്ങനത്തെ പോർഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഡേ 2 നിങ്ങൾ മലയാളം എടുക്കുക. മലയാളത്തിലെ വിപരീതം പഠിക്കാം, പര്യായ പദം പഠിക്കാം, ശൈലികൾ പഠിക്കാം, പഴഞ്ചൊല്ലുകൾ പഠിക്കാം. എന്തെങ്കിലും ഒരു 4-5 ടോപ്പിക്കുകൾ ആ ദിവസം പഠിക്കാം. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 3 ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മലയാളത്തിൽ നിന്ന് മാത്രം. ഇനി ഡേ 3 കേരള ഫാക്സിലേക്ക് പോകാം. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ വേണം ആ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് കേരളത്തിലെ ജില്ലകൾ, അടിസ്ഥാന വിവരങ്ങൾ, അതായത് കറണ്ട് ആയിട്ടുള്ള കാര്യം. പഴയ റാങ്ക് ഫയൽ ഒന്നും വെച്ച് പഠിക്കരുത്. പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ പഠിക്കുക. ഒരുപാട് ഇൻഫർമേഷൻ മാറിയിട്ടുണ്ട്, അതൊക്കെ തന്നെ പുതിയ കാര്യങ്ങൾ വേണം പഠിക്കാൻ. ഔദ്യോഗിക ചിഹ്നങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഡേ 3, അതായത് കേരളവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ഡേ 3 പഠിക്കാം. ഡേ 4 കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ ഒരു മാസത്തെ പ്രധാന ആനുകാലിക വിവരങ്ങൾ മാത്രം വായിക്കുക. ഇപ്പൊ ഫെബ്രുവരി മാസം കഴിയാറായി. ഇപ്പൊ ഫെബ്രുവരിയുടെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 2026 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് എടുത്ത് നോക്കാം. ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആദ്യത്തെ 4 ദിവസം ഇങ്ങനെ നോക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2027 മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് 9 നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നു. ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത
പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട്സ് ഉൾപ്പെടെ നോട്ട് എഴുതി നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് നോട്ട് എഴുതാൻ സമയം കാണത്തില്ല, വീട്ടമ്മമാർക്ക് നോട്ട് എഴുതാൻ സമയം കാണത്തില്ല, സ്റ്റുഡൻസിന് നോട്ട് എഴുതാൻ സമയം കാണത്തില്ല. അപ്പൊ നിങ്ങൾക്ക് നോട്ട് എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. കറണ്ട് അഫയേഴ്സും അതുപോലെ ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും പഴയ SCRTയും പുതിയ SCRT തറവായിട്ട് പഠിക്കണം. 5, 7, 9, 6, 8, 10 ക്ലാസ്സുകളിലെ SCRT നന്നായിട്ട് പഠിക്കണം. സയൻസും സോഷ്യലും പിന്നെ ഫുൾ സിലബസ് കവറേജ്. എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് തീർക്കുന്ന രീതിയല്ല. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, എന്റെ സ്റ്റഡി പ്ലാനോട് കൂടി. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ശനിയും ഞായറും ആ ആഴ്ചകളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. 2027 LDs നമുക്ക് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഹർഷിതം എജുടെക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കമന്റിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അഡ്മിഷൻ തീരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിച്ചോളാം. ഓക്കെ, ഇനി ഡേ 5 ആദ്യത്തെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ ആണ് ഇത്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് വാമപ്പ് സെഷൻ ആണ്. ഡേ 5 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി വേണം എടുക്കാൻ. ഏറ്റവും കട്ടിയായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും പോയി എടുക്കരുത്. ബോർഡ് മാസ്, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, അതായത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ലളിതമായ ഗണിതം വേണം ഡേ 5 പഠിക്കാൻ. ഡേ 6 ഇംഗ്ലീഷ് വെക്കാബുലറിയിലേക്ക് പോകാം. സിനോണിംസ് പഠിക്കാം, ആന്റോണിംസ് പഠിക്കാം, ഇഡിയംസ് പഠിക്കാം. ദിവസവും ഒരു 10 എണ്ണം വീതം നമുക്ക് പഠിച്ചു തുടങ്ങാം. 10 ആന്റോണിം, 10 സിനോണിം, 10 ഇഡിയംസ്, അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഡേ 7 എന്ന് പറയുന്നത് റിവിഷൻ ഡേ. സൺഡേ ആണ് റിവിഷൻ ഡേ. അപ്പൊ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് ആണ് ഇട്ടേക്കുന്നത്. ഞായറാഴ്ച റിവിഷൻ ഡേ ആണ്. ആ ഒരാഴ്ച നിങ്ങൾ കഴിഞ്ഞ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങൾ റിവിഷൻ ചെയ്യുക. പുതിയതായിട്ട് ഒന്നും പഠിക്കാൻ നിൽക്കരുത്. ഞായറാഴ്ച ഒന്നും പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം റിവിഷൻ അടിക്കുക. ഓക്കെ, അപ്പൊ ഈ 7 ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യം കിട്ടിയല്ലോ. ഇനി ദിവസം കിടക്കുകയാണ്. ഈ 7 ദിവസം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ വാമപ്പ് സെഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ phase 2 പോവുകയാണ്. വേഗത കൂട്ടാൻ പോവുകയാണ്. അതായത് മൊമെന്റം ബിൽഡ് ചെയ്യാൻ പോകുന്നു. ബിൽഡിംഗ് മൊമെന്റം. ഈ ഒരു ഫേസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാന വിഷയങ്ങളിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു PDF നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കൺഫ്യൂഷനും വേണ്ട, അത് നോക്കി അങ്ങ് ചെയ്താൽ മതി. പ്രധാന വിഷയങ്ങളിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു. പഠന സമയം ഒന്ന് കൂട്ടണം. 3-4 മണിക്കൂർ, മാക്സിമം ഒരു 4 മണിക്കൂർ നിങ്ങൾ ഈ ഒരു ഫേസിൽ പഠിക്കണം. അപ്പൊ ഡേ 8 നിങ്ങൾ പഠിക്കാനുള്ളത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്, സബ്ജക്റ്റുകളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ. സിലബസ് എടുത്തിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ ഭാഗമായിട്ട് നോക്കി പഠിക്കാം. ഡേ 9 കേരള റിനൈസൻസ് വേണം പഠിക്കാൻ. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ പ്രധാന നവോത്ഥാന നായകരും അവരുടെ പ്രവർത്തനങ്ങളും പഠിക്കാം. ഡേ 10 സയൻസിലേക്ക് കടക്കാം. സയൻസ് എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രമാണ് ഡേ 10 ഇട്ടേക്കുന്നത്. മനുഷ്യ ശരീരം, രോഗങ്ങളും രോഗകാരികളും വിറ്റാമിനുകളും ഒക്കെ ആ ദിവസം പഠിക്കാം. ഡേ 11 IT ആൻഡ് സൈബർ ലോ, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കാം. പ്രധാന സൈബർ നിയമങ്ങളൊക്കെ പഠിക്കാം. ഡേ 12 മാത്സ് എടുക്കാം. മാത്സ് ആണ് ഡേ 12 ഇട്ടേക്കുന്നത്. കുറച്ചും കൂടി കൂടിയ ടോപ്പിക്കാണ് ഇട്ടേക്കുന്നത്. ശതമാനം, ലാഭവും നഷ്ടവും പഠിക്കാം. ഡേ 13 ഗ്രാമറിലേക്ക് കടന്നിട്ടുണ്ട്. ആർട്ടിക്കിൾസും പ്രിപ്പോസിഷൻസും ആണ് ഇട്ടേക്കുന്നത്. ഡേ 14 എന്ന് പറയുമ്പോൾ റിവിഷൻ ആണ്. വീക്ക്ലി റിവിഷനും പിന്നെ ഒരു മിനി മോക്ക് ടെസ്റ്റും കൂടി ആ ദിവസം ചെയ്യാൻ പറ്റിയാൽ നല്ലത്. രണ്ടാമത്തെ ആഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ചെയ്യുക. കൂടാതെ സ്വന്തമായി ഒരു 50 മാർക്കിന്റെയോ 100 മാർക്കിന്റെയോ മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ 2 ആഴ്ചത്തെ പ്ലാൻ കിട്ടിയല്ലോ. 14 ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കിട്ടിയല്ലോ. അപ്പൊ phase 2 അവിടെ കഴിഞ്ഞു. ഇനി phase 3 എന്ന് പറയുമ്പോൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പഠനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഗ്യാപ്പ് എങ്ങനെ മാറ്റാം എന്നുള്ള ടൈം ടേബിൾ ആണ്. അപ്പൊ ഈ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ ഡീപ്പ് ഡൈവ് ആണ്. കൂടുതൽ ആഴത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നു. കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു. ദിവസം 4 മുതൽ 5 മണിക്കൂർ, മാക്സിമം 5 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ പോകുന്നു. ഡേ 15 നിങ്ങൾ പഠിക്കാനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 1947 വരെയുള്ള സംഭവങ്ങൾ പഠിക്കാം. ഡേ 16 ഇന്ത്യൻ ജോഗ്രഫിയാണ്. അതായത് ഇന്ത്യയിലെ നദികൾ, പർവ്വതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ,
ഞാനിവിടെ ജസ്റ്റ് ടോപ്പിക്കുകൾ തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സിലബസ് വെച്ചിട്ട് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏത് പോർഷനാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പഠിക്കാം കേട്ടോ. ഇനി ഡേ 17 കേരള ജോഗ്രഫി, കേരളത്തിലെ നദികൾ, ഡാമുകൾ, വന്യജീവി സങ്കേതങ്ങൾ മുതലായവ പഠിക്കാം. ജനറൽ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയാണ് ഇട്ടേക്കുന്നത്. അടിസ്ഥാന വിവരങ്ങൾ, അതായത് അളവുകളും തൂക്കങ്ങളും ഉപകരണങ്ങൾ, ആസിഡുകളും ആൽക്കലികളും പഠിക്കാം. ഇനി ഡേ 19 കറണ്ട് അഫയേഴ്സ് ആണ്. കഴിഞ്ഞ 3 മുതൽ 6 മാസത്തെ പ്രധാന അവാർഡുകൾ, സ്പോർട്സ് അവാർഡ് ആകാം, അതുപോലെ സാഹിത്യം അവാർഡ് ആകാം, കല എന്തോ ആകാം. പിന്നെ നിയമനങ്ങൾ പഠിക്കാം, പുതിയ നിയമനങ്ങൾ പഠിക്കാം. ഡേ 20 മാത്സ് ആണ്. അതിൽ ഞാൻ ടോപ്പിക് ഇട്ടേക്കുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രവൃത്തിയും സമയവും. അത് ജസ്റ്റ് ഞാനൊരു മാതൃക പോലെയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ മാത്സിന്റെ ഏത് ടോപ്പിക് വേണമെങ്കിലും പഠിക്കാം കേട്ടോ. ഡേ 21 എന്ന് പറയുമ്പോൾ വീക്ക്ലി റിവിഷനും PYQന്റെയും ഡേ ആണ്. ആ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. ഒപ്പം ഒരു മുഴുവൻ ചോദ്യപേപ്പർ, 100 മാർക്കിന്റെ ചോദ്യപേപ്പർ ചെയ്ത് നോക്കാം. അപ്പൊ കഴിഞ്ഞ ആഴ്ച 50 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് അല്ല ഇട്ടിരുന്നത്, 50 മാർക്കിന്റെ തന്നെ ചെയ്താൽ മതി. അടുത്ത ആഴ്ചയിലേക്ക് 100 മാർക്കിന്റെ ഒരു മുൻവർഷ ചോദ്യപേപ്പർ, പുതിയ പാറ്റേണിലുള്ള മുൻവർഷ ചോദ്യപേപ്പർ ചെയ്ത് നോക്കാം. അപ്പൊ LDC ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ LDC 2024 നടന്ന LDCയുടെ ചോദ്യപേപ്പർ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി 4ാമത്തെ ഫേസ് എന്ന് പറയുമ്പം കൺസോളിഡേഷൻ ആൻഡ് എക്സാം മോഡാണ്. പരീക്ഷാ തയ്യാറെടുപ്പ് നടത്തുക, അതായത് പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാനും തെറ്റുകൾ തിരുത്താനുമുള്ള ഫേസ് ആണ് ഫേസ് 4. ഡേ 22ഉം 23ഉം PYQ സോൾവിങ്ങിനാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതായത് ഡേ 22ല് 2 PYQ ചെയ്ത് നോക്കാം, ഡേ 23ലും 2 PYQ, അങ്ങനെ 2 ദിവസം കൊണ്ട് 4 PYQ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റിയ ഭാഗങ്ങൾ കണ്ടുപിടിക്കുക. ഉത്തരം തെറ്റിയ ഭാഗങ്ങൾ ഏത് വിഷയത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുക. അത് വീണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വീക്ക് ഏരിയ ആണല്ലോ, അത് വീണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡേ 24 ഫോക്കസ് ഓൺ വീക്ക് ഏരിയ. കഴിഞ്ഞ 3 ആഴ്ചത്തെ പഠനത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയ വിഷയം, ഉദാഹരണം മാത്സ് ആകാം. ഗ്യാപ്പ് വന്നവർക്ക് മാത്സും സയൻസും ഇംഗ്ലീഷും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് കൂടുതൽ സമയം നൽകി പഠിക്കാം. ഡേ 25 ലാംഗ്വേജിന്റെ റിവിഷൻ. മലയാളം, ഇംഗ്ലീഷ്, ഗ്രാമർ പൂർണ്ണമായി റിവിഷൻ അടിക്കുക. ഞാൻ ഈ ടൈം ടേബിൾ അനുസരിച്ച് ഒരു സിലബസ് ഫുള്ള് തീർക്കാനല്ല കേട്ടോ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കുറെ പോർഷൻസ് എങ്കിലും 30 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. പഠനത്തിൽ ഗ്യാപ്പ് വന്നവർക്ക് ആ ഗ്യാപ്പ് മാറ്റി പഠനത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അല്ലാതെ ഒരു സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യാനല്ല ഈ ഒരു ടൈം ടേബിൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ടോപ്പിക്കുമായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെട്ടു വരാനും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഞാൻ ഇട്ടേക്കുന്നത്. ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഓരോന്നും പഠിക്കാൻ 2 ദിവസമൊക്കെ കിട്ടുന്നുള്ളൂ. 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഈ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുവിടെ. കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചോ, എന്നെ കൊണ്ട് പറ്റും, ഞാൻ പഠനത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞു എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കാനാണ് ഞാൻ ഒരു ടൈം ടേബിൾ തന്നേക്കുന്നത്. അപ്പോൾ ഡേ 25 ലാംഗ്വേജിന്റെ റിവിഷൻ ആണ്. ഇംഗ്ലീഷ്, മലയാളം, ഗ്രാമർ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും റിവിഷൻ അടിക്കുക. ഡേ 26 മാത്സിന്റെ ഷോർട്ട് കട്ട്. നിങ്ങൾ പഠിച്ച പോർഷൻസിന്റെ സൂത്രവാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് കട്ടുകളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചത് മനഃപാഠമാക്കാനുള്ള, വീണ്ടും റിവിഷൻ അടിക്കാനുള്ള സമയമാണ്. ഡേ 27 ഞാൻ SCERTക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചേക്കുന്നത്. അതായത് 8, 9, 10 ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളുടെ പ്രധാനപ്പെട്ട ബോക്സുകൾ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി, പഠനത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഞാൻ SCERTക്ക് വേണ്ടി ഇട്ടേക്കുന്നത്. ഇനി 28ഉം 29ഉം ഗ്രാൻഡ് റിവിഷൻ ആണ്. അതായത് ഭരണഘടനയിലെ പ്രധാന ആർട്ടിക്കിൾ. നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് തലേ ദിവസം റിവിഷൻ അടിക്കുന്നത്, ആ പോർഷൻസ് റിവിഷൻ അടിക്കാനുള്ള, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ അടിക്കാനുള്ള സമയമാണ്. PSCയുടെ പ്രധാനപ്പെട്ട കോർ ഏരിയാസ് റിവിഷൻ അടിക്കാനുള്ള സമയമാണ്. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ, പ്രധാന വർഷങ്ങൾ, ആനുകാലിക വിവരങ്ങൾ എന്നിവയുടെ ഫുൾ റിവിഷൻ. ഡേ 30 നിങ്ങൾ പരീക്ഷയാണ് എഴുതേണ്ടത്. ഫുൾ ലെങ്ത് OMR മോക്ക് ടെസ്റ്റ് വേണം എഴുതാൻ. അത് OMR ഷീറ്റിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒറിജിനൽ PSC പരീക്ഷ എഴുതുന്ന അതേ ഗൗരവത്തോടെ ടൈമറൊക്കെ വെച്ചിട്ട് 100 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ 30 ഡേ ആകുമ്പോൾ നിങ്ങൾ സെറ്റാണ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു LDC പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ സെറ്റാണ്. ഇനി നിങ്ങളൊരു ഗ്യാപ്പ് വന്ന വ്യക്തിയല്ല, പഠിക്കുന്ന കുട്ടി തന്നെയാണ് എന്നൊരു കോൺഫിഡൻസ് 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ 30 ദിവസം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻസി ഈസ് ദ കീ. സ്ഥിരതയാണ് വിജയത്തിലേക്കുള്ള ഒരേ ഒരു വഴി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ പഠിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ മാർച്ച് 9 സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന LDC ബാച്ച് തന്നെ ജോയിൻ ചെയ്തോളൂ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഹർഷിതം എഡ്യൂടെക് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
നന്നായിട്ട് തന്നെ പഠിക്കുക, പഠനത്തിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾക്ക് വീണ് കിട്ടിയ ഈ ഒരു അവസരം മുതലെടുത്ത് ജോലി നേടാൻ വേണ്ടി പരമാവധി നിങ്ങളെ 101% ഇടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരാം. വേണമെന്നുള്ളവർ എസ് എന്നൊന്ന് പറഞ്ഞാൽ മതി. ഗോഡ് ബ്ലസ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.